ഉടുമ്പൻചോലയിൽ തത്തകളുടെ ആക്രമണത്തിൽ കൃഷിനാശമുണ്ടായത് 200 ഏക്കർ കൃഷിഭൂമിയിലെന്ന് കൃഷിവകുപ്പ്. ഉടുമ്പൻചോല, കുഴിക്കുമ്പ്, ചീനിപ്പാറ, കാമാക്ഷി വിലാസം മേഖലകളിലാണ് കൃഷിനാശം സംഭവിച്ചത്. അതേസമയം കർഷകർക്കുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള തീരുമാനം പഠനങ്ങൾക്ക് ശേഷം മാത്രമെന്നും കൃഷിവകുപ്പ് വ്യക്തമാക്കി. ഈ വർഷമുണ്ടായ വരൾച്ചയ്ക്ക് ശേഷം വ്യാപകമായി കൃഷിനാശമുണ്ടായത് തത്തകളുടെ ആക്രമണത്തിലാണെന്ന് വ്യക്തമാക്കുന്ന കണ്ടെത്തലാണ് കൃഷിവകുപ്പ് നടത്തിയിട്ടുള്ളത്. 200 ഏക്കറിലധികം ഭൂമിയിലെ കൃഷിയാണ് ഉടുമ്പൻചോലയിൽ മാത്രം നശിച്ചത്. ആദ്യം ദേശാടന തത്തകളായിരുന്നുവെന്നാണ് നാട്ടുകാർ സംശയിച്ചിരുന്നത്. ഇവയെ തുരത്തി ഓടിക്കുവാൻ സ്പീക്കറുകൾ ഉപയോഗിച്ച് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെണ്ടകൊട്ടിയും പാട്ടകൊട്ടിയുമൊക്കെ പ്രതിരോധ മാർഗങ്ങളും കർഷകർ തീർത്തിരുന്നു. തത്തകൾ വീണ്ടും ആക്രമണം തുടർന്നതോടെ വ്യാപകമായ പരാതിയുമായി കർഷകർ രംഗത്ത് വന്നു. ഇതിനെ തുടർന്നാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ദേശാടന തത്തകളല്ല നാശം വിതയ്ക്കുന്നത് എന്ന കണ്ടെത്തലുണ്ടായത്. എന്താണെങ്കിലും വ്യാപകമായി കൃഷി നശിച്ച മേഖലകളിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യം അതിശക്തമായി നിലനിൽക്കുകയാണ്. എന്നാൽ വിദഗ്ധ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും നഷ്ടപരിഹാര തുകയെക്കുറിച്ച് തീരുമാനിക്കുക എന്നാണ് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതേസമയം കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വിവിധ കർഷക സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തത്തകളുടെ ആക്രമണം വരും വർഷങ്ങളിലും ഉണ്ടാകാതിരിക്കുവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കണമെന്നും ആക്രമണമുണ്ടായാൽ ചെറുക്കുന്നതിന് കർഷകർക്ക് ആവശ്യമായ സഹായം നൽകണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.